മോള് പറയുമ്പോൾ നമുക്ക് മോള് ജനിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ എല്ലാ ഐശ്വര്യം ഉണ്ടായിരുന്നു. അവളൊരു ലക്കാണ് നമുക്ക് കുടുംബത്തിൽ. അവൾ എല്ലാ കാര്യത്തിലും നമ്മൾ നല്ല പെരുമാറ്റമാണ്. നമുക്ക് അച്ഛനും അമ്മക്കും കുടുംബത്തിനും അവൾ എല്ലാമാണ്. മുത്തച്ഛനും മുത്തശ്ശിയും പറയുന്നത് മണിക്കുട്ടി എന്നാണ്. അങ്ങനെയാണ് ശീലം. ആ മണിക്കുട്ടി ഇതിൻ്റെ ഇന്ന് അവള് നന്നായി പഠിച്ചു. ഫാഷൻ ഡിസൈനാണ്. അവൾ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അതായത് സമയത്ത് തന്നെ വിവാഹം നടക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ആ ദിവസം ഇന്ന് ആഘോഷമായിട്ട് അങ്ങനെ കഴിയുന്ന ആൾക്കാർ മുഴുവൻ പങ്കെടുത്ത് എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കുറെ ഗ്യാപ്പിന് ശേഷം ഉണ്ടായ കുട്ടിയാണത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യൽ അവള് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല മോൻ എന്റെ മോളെ നന്നായി കൊണ്ടുപോകുന്നുള്ള ഒരു നല്ലൊരു വിശ്വാസം മോൻ, നല്ല സ്നേഹമുള്ള കുടുംബം. ഇതിലപ്പുറമൊന്നും പറയാനില്ല. എന്റെ മോൻ എങ്ങനെയാണോ അതുമാതിരി തന്നെയാണ് എനിക്ക്. ചെറിയ പ്രായത്തിലാകുമ്പോൾ തന്നെ നല്ലൊരു രീതിയിലുള്ളൊരു മൈൻഡായിരുന്നു ആളുടെ. പൊതുവെ എല്ലാവരും നല്ല പെരുമാറ്റവും നല്ല സ്നേഹവും ഒക്കെ ഉള്ള പ്രകൃതമാണ് മകൻ്റേത്. ചെറിയ പ്രായം തന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്തിലേക്ക് സെറ്റിലായി. തിരുവനന്തപുരം ശൈലിയിലെ ജീവിതമായി പിന്നെ അങ്ങോട്ട്. അവിടെ നിന്നാണ് വിദ്യാഭ്യാസമൊക്കെ തിരുവനന്തപുരത്തായിരുന്നു. കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് ചെന്നൈയിലൊക്കെ പോയി പഠിച്ച് നല്ലതായി. ഇപ്പോൾ ജോലി, വർക്ക്, കുടുംബ ജീവിതമൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ കൂടെ തന്നെ കഴിഞ്ഞു പോകുന്നു. അനിയനും ഉണ്ട്. രണ്ടുപേരും നല്ല കൂട്ടാണ്. ഏട്ടനും കുറച്ച് ഏജ് വ്യത്യാസമുള്ളതുകൊണ്ട് ഭയങ്കര അനിയനും കെയറിങ്ങും ഇതെല്ലാണ് അനിയന്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ് മകന്റെ കല്യാണ സ്വപ്നം തന്നെയാണല്ലോ. അപ്പോൾ അതാണ് നടക്കാൻ പോകുന്നത്. ഒരു വർഷം മുമ്പേ വിവാഹ നിശ്ചയം ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് നടത്തിയായിരുന്നു. നാളെയായി ആ ശുഭദിനം. അതിന്റെ മുന്നൊരുക്കങ്ങളായി ഓരോ കാര്യങ്ങളും പ്രായത്തിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ക്ഷേത്ര ദർശനവും നമ്മുടെ തറവാട്ടിലൊക്കെ പോയി തൊഴുകയൊക്കെ ചെയ്യുന്ന ചടങ്ങിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വരാൻ പോകുന്നത് നല്ലൊരു മോള്, നല്ല ഫാമിലി. നമുക്ക് ഒരുപാട് ഇതായി ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി. പറയേണ്ടത് ഫാമിലിയാണ്. നല്ലൊരു ഫാമിലി നമ്മൾ അതേ മൈൻഡുള്ള ആൾക്കാർ തന്നെയാണ് അവരും. നല്ല മോള്. ഞങ്ങള് വീഡിയോ കോൾ ചെയ്യാറുണ്ട്, കാണാറുണ്ട്, നേരിട്ടും ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ട് ഇതിന്റെ ഒരു സ്വന്തമായിട്ട് ഒരു പ്രാവശ്യം വീഡിയോ കോളിലൂടെ കാണും. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ളതുകൊണ്ട് ഭയങ്കര അടുപ്പമായി. കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പോലും തോന്നുന്നില്ല. അവര് അത്രയും അടുപ്പാണ് രണ്ട് ഫാമിലി. കൈ തന്നിൽ നീരത്തി വച്ചു ഇളമേ വാഴ നെടുമംഗല്യം. അർച്ചനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നില്ലേ? ഞാൻ എന്നിട്ടുള്ള തോന്നിയാസി പാറു അങ്ങനെ വിളിക്കല്. വളരുമ്പോ അങ്ങനെയായി. പണ്ട് ഭയങ്കര തോന്നിയാസി. മാധവനെ പോലെ ഒരു നല്ല പയ്യനാണ്. നമ്മള് നല്ല കമ്പനിയാണ്. നല്ല പറ്റിയൊരു കൂട്ടാണ്. വൈബാണ്. രണ്ടുപേരും കൂടെ നല്ല മാച്ചിങ് ആണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. എല്ലാവരും സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നാടിനോട് പ്രത്യേക ഇഷ്ടമുള്ള ഒരാളാണ്. നാട്ടിൽ എന്ത് പ്രോഗ്രാം ഉണ്ടായെങ്കിലും എത്തിച്ചേരണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അവന്റെ കല്യാണത്തിന് എന്തായാലും ഒത്തുകൂടണം എന്നുള്ളത്. തുഴക്കാരമ്പതു വേണം തോണി
കുറേ നാളായി നമ്മളെ വീട്ടിലൊരു വിവാഹം ഇങ്ങനെ വേഗം വന്നെത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ നമുക്ക് റെഡിയായി കിട്ടി. അതിനെ അവർക്ക് രണ്ടുപേർക്കും മംഗളാശംസകൾ. അർച്ചനയ്ക്കും എല്ലാവിധ മംഗളാശംസകളും നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ്. She is one of my best students and very welcoming and soft-hearted. ഒരുപാട് സ്നേഹമുള്ള കുട്ടിയാണ്. പറയാൻ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവും. ആൾ ഇത്ര ചെറുപ്പത്തില് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം സ്വന്തമായിട്ട് ഒരു ബൊട്ടീക്ക്, അതൊക്കെ ചില്ലറ കാര്യമല്ല. അത്ര നല്ല ഗട്ട്സുള്ള കുട്ടിയാ. എന്നാ ഭയങ്കര ഇന്നസെന്റ് ആണ് ആള്. ഭയങ്കര പാവാണ്. എന്തിനേതിനും കട്ടക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഹാപ്പി ഇങ്ങനെ ഒരു മൊമെന്റ്. ആൾക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ആള് സെറ്റിലായിട്ട് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ സ്വന്തം സിസ്റ്റർ പോലെ തന്നെയാണ്. കസിനാണെങ്കിലും സോ ഹാപ്പി. ആള് കെട്ടാൻ മനുവേട്ടനായാലും ആളും സൂപ്പറാണ്. അവളെ അങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. കുഞ്ഞിനെ പോലെയാണ് നോക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി സക്സസ്. ഓക്കെ, താങ്ക് യു. ഈ ഉപദിനത്തിൽ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് എല്ലാ ഐരാരോഗ്യ സൗഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ അതാണ് നമ്മളെ ഏറ്റവും ഇത്. അവർ സുഖമായിട്ട് ജീവിക്കണം രണ്ടുപേരും സുന്ദരമായി. ഇപ്പൊ ഇതുപോലെ ഇപ്പം നല്ല ഇതാണ്. രണ്ട് ഫാമിലി ആയാലും അവർ രണ്ടുപേരും ആയാലും നല്ലൊരു ഇതാണ്. അപ്പോൾ ബന്ധം അതുപോലെ അതേപോലെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ. നമ്മളെല്ലാവരുടെയും അനിയനാണ് കുട്ടൻ. എല്ലാവരും കുട്ടനെ വിളിക്കാം. അവന്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ചോദിച്ചിട്ടാന്ന് പറഞ്ഞ ഒരു വൈബ് തന്നെയാണ്. നമ്മുടെ ചിറ്റന്മാരിൽ ഏത് കാര്യത്തിലായാലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു ചിറ്റിയാണ് ചോദിച്ചിട്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടന്റെ പേടി നമുക്കൊരു ഭയങ്കര ഒരു നല്ലൊരു രസമായിരുന്നു. എല്ലാവരും കൂടെ ഒരു ഒത്തുകൂടി ഇന്നലെയൊക്കെ ഭയങ്കര അടിച്ചു പൊളിച്ചു നമ്മള്. പിന്നെ അർച്ചനനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അത്രയേ ആയുള്ളൂ അറിയാൻ തുടങ്ങിയിട്ട്. അവരുടെ രണ്ടാൾക്കും ഓൾ ദി ബെസ്റ്റ്. മനുവേട്ടൻ പണ്ട് ഭയങ്കര ഒരു സീരിയസ് ആളാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അത്യാവശ്യം നല്ല കമ്പനിയാണ്. അപ്പോൾ മനുവേട്ടൻ്റെ വിളിക്ക് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു അവസരമായിരുന്നു. അപ്പോൾ മനുവേട്ടനും അർച്ചന ചേച്ചിക്കും എൻ്റെ വക വിവാഹ ആശംസകൾ.
ഫാമിലിയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മാരേജ് ആണ്. അപ്പോൾ ഞാൻ അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ്, എങ്ങനെയായിരിക്കും ഈ ഫാമിലി യൂണിയൻ, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അത് എന്താ പറയുക, ഫാമിലി മെമ്പേഴ്സ് കൂടി അത്രയും വൈബ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ വെഡ്ഡിങ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഒരു ഹാപ്പിനെസ് തരുന്നതും എന്താ പറയുക, അത്രയും വൈബാണ്. എന്താണ്, ഹാപ്പി മാരീഡ് ലൈഫ് അർച്ചന ആൻഡ് മനു.